ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലായി 925 ചതുരശ്ര കിലോമീറ്ററിൽ പരന്നുകിടക്കുന്ന പെരിയാർ കടുവാ സങ്കേതം ജൈവ വൈവിധ്യം കൊണ്ട് സമ്പന്നമാണ്. 76 സസ്തനികൾ, 338 ഇനം പക്ഷികൾ, 68 ഇനം ഉരഗങ്ങൾ, 64 ഇനം ഉഭയജീവികൾ, 38 ഇനം മത്സ്യങ്ങൾ എന്നിവയെ ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. 207 ഇനം ചിത്രശലഭങ്ങളും 1980 ഇനം സസ്യങ്ങളുമുണ്ട്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ നിർമ്മാണത്തോടെ 1899 പെരിയാർ തീരത്തെ വനപ്രദേശങ്ങൾ ഉൾപ്പെടുത്തി പെരിയാർ ലേക്ക് റിസർവ് രൂപീകരിച്ചു. 34 പെരിയാർ ലേക്ക് റിസർവ് നെല്ലിക്കാമ്പട്ടി എന്ന പേരിൽ കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ചു. 1950 പെരിയാർ വന്യജീവി സങ്കേതവും 1978 പെരിയാർ കടുവാ സങ്കേതവുമായി മാറി. ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ഏറ്റവും നല്ല ഒരു സന്ദേശം നമുക്ക് സംരക്ഷണം നൽകുന്നതിന് നമുക്ക് സഹായിക്കുന്നുണ്ട്. പൂർണ്ണമായും വനത്തെ ആശ്രയിച്ച് വനത്തിനുള്ളിൽ കഴിഞ്ഞിരുന്ന മന്നാൻ പളിയക്കുടി സമുദായങ്ങൾ, ഒപ്പം വനം കൊള്ളക്കാരുടെ ചൂഷണങ്ങൾക്കും ഇരയായവർ. 1996 എക്കോ ഡെവലപ്മെന്റ് പദ്ധതികൾ രൂപീകരിച്ചത് മാറ്റങ്ങൾക്ക് വഴിവെച്ചു. ഇതിനു മുമ്പെന്ന് പറഞ്ഞാൽ മന്നാക്കുടി അല്ലെ പളിയക്കുടി ഞങ്ങളുടെ ഈ മേഖലയിൽ ശരിക്കും വനത്തിനെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന ഒരു സംഭവമാണ്. കാരണം കൂലിപ്പണിയും അല്ലെങ്കിൽ മീൻ പിടിക്കാൻ പോകൽ, തേന് തെള്ളി ഇതുപോലുള്ളതൊക്കെ തുച്ഛമായ വരുമാനം കൊണ്ട് ജീവിച്ചിരുന്ന ഒരു ജനസമൂഹമാണ് ഞങ്ങളുടേത്. പക്ഷേ ഈ ഇന്ത്യ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് 96 ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്ത സമയത്തൊരു ഒരു സ്ഫോടനപരമായിട്ടുള്ള ഒരു ചേഞ്ചിങ്ങാണ് ഞങ്ങളുടെ കുടിയിൽ വന്നത്. 2014 ഫോറസ്റ്റ് വാച്ചർമാരായിട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ കയറുന്നത്. പക്ഷേ അത് കിട്ടിക്കഴിഞ്ഞിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ കുടികളിലൊക്കെ കുറച്ചുകൂടി ഒരു വിദ്യാഭ്യാസത്തിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് എന്താണ്, വിദ്യാഭ്യാസം കൊണ്ട് എന്തൊക്കെ നമുക്ക് നേടാൻ പറ്റും, അല്ലെ ഇനി വരുന്ന ജനറേഷന് നമ്മൾ എന്ത് തലമുറ അല്ലെ അടുത്ത തലമുറയ്ക്ക് എന്തൊരു മെസ്സേജ് കൊടുക്കാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ഗ്രാഹ്യം ഉണ്ടായത്. പക്ഷെ എന്നാലും EDC എന്നൊരു സംരംഭം വന്നതുകൊണ്ടാണ് ഇവിടുത്തെ ശരിക്കും പറഞ്ഞാൽ പെരിയാർ ടൈഗർ റിസർവിൻ്റെ തന്നെ ഒരു മാറ്റമായി തുടങ്ങിയത്. അപ്പോൾ അതിനു മുമ്പ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കള്ളന്മാരുടെ അതിപ്രസരണം കൂടുതലായിരുന്നു. ഈ റിസർവിനോട് ചേർന്ന് എല്ലാം ഫെബ്രുവരി ഈ തമിഴ്നാട് മറ്റ് ബോർഡറുകളിലെല്ലാം ഈ ആൾക്കാർ കടന്നുകയറ്റം കൂടുതലായിരുന്നു. സംസ്ഥാനത്തെ ആദ്യത്തെ വന്യജീവി സങ്കേതമായ പെരിയാർ കടുവാ സങ്കേതം 75ന്റെ നിറവിൽ നിൽക്കുമ്പോൾ പെരിയാറിനെ ലോകത്തിന്റെ നെറുകയിലെത്തിക്കാൻ ഇക്കോ ഡെവലപ്മെന്റ് പദ്ധതികളും കാരണമായി. പക്ഷെ വനം വകുപ്പിനോട് ഇപ്പോഴും നമുക്ക് നന്ദിയുണ്ട്, അതാണ്. പക്ഷെ നമുക്കിപ്പോഴും ആരോ പറഞ്ഞ പോലെ ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റത്തില്ല വനം വകുപ്പ്. അതാണ് നമുക്ക് കാരണം നമ്മുടെ ജീവൻ നിലനിർത്തിയതും നമ്മൾ രക്ഷപ്പെട്ടതും അവരൊക്കെയാണ്. വനത്തെ ആശ്രയിച്ചു കഴിഞ്ഞവരെ മാത്രമല്ല, കാട്ടുകള്ളന്മാരെ വരെ കാടിന്റെ കാവൽക്കാരാക്കി മാറ്റിയ ചരിത്രവുമുണ്ട് പെരിയാർ കടുവാ സങ്കേതത്തിന്. 1996 രൂപീകരിച്ച ഇക്കോ ഡെവലപ്മെന്റ് പദ്ധതിയും 2012 ആരംഭിച്ച ടൈഗർ കൺസർവേഷൻ ഫൗണ്ടേഷനും ലോക ശ്രദ്ധ നേടി. പെരിയാറിൽ ആരംഭിച്ച ടൈഗർ കൺസർവേഷൻ ഫൗണ്ടേഷൻ ഇന്ന് ഇന്ത്യയിലെ 54 കടുവാ സങ്കേതങ്ങളിലുമുണ്ട്. ജൈവ വൈവിധ്യങ്ങൾ പോലെ തന്നെ നടപ്പിലാക്കി വരുന്ന പ്രവർത്തനങ്ങൾ കൊണ്ടും സമ്പന്നമാണ് പെരിയാർ കടുവാ സങ്കേതം. മാതൃഭൂമി ന്യൂസ്, കുമളി.